മഞ്ജു വാര്യർ എന്തെല്ലാം കോലങ്ങളിലാണ് ഈ പെണ്ണുപിള്ള പരസ്യങ്ങളിൽ വന്ന് നിറയുന്നത്. നാളെ ഏതെങ്കിലും ഇതുപോലൊരു പരസ്യ തട്ടിപ്പിൽ മഞ്ജു വാര്യർ വീഴണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആശിക്കുന്നത്. കാരണം ഇതുപോലെ കേസിൽ പെടണമെങ്കിൽ അവർ പഠിക്കൂ. എത്ര കോടി രൂപ ഉണ്ടാക്കണമെന്നാണ് ചോദിക്കുക പരസ്യം ചെയ്ത്. മഞ്ജു വാര്യരുടെ അഭിനയം ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ഈ കാണുന്ന എല്ലാ കൂതറ പരസ്യങ്ങളിലും ഫാൻസി ഡ്രസ്സും ഇട്ട് കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജയസൂര്യ നിനക്ക് ഈ ആക്രാന്തം എന്നാണ്. എനിക്ക് എത്ര കാലം നിങ്ങൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും? വല്ല കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ജയസൂര്യോട്. ഈ പൈസ സ്നേഹിതരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ശാന്തിവില്ല ടോക്ക് റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പം പരസ്യത്തിൽ അഭിനയിച്ച് മെഴുകുന്ന കുറച്ച് താരങ്ങളെ എടുത്ത് അലക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ കരുതി. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സ്, അപ്പം ഒരുപാട് ബ്രാൻഡുകളുടെ ഷോപ്പുകളുടെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുടെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് മാറിയേക്കാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തോളം ഒരു മൊബൈൽ കട നടത്തിയ വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം ഒരു മൊബൈൽ കടയിൽ എത്ര രൂപ ലാഭം കിട്ടും, ഒരു ഫോൺ വിറ്റാൽ എന്ത് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ. അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കേസായിട്ടാണ് ഈ മൈജി പോലുള്ള സ്ഥാപനങ്ങൾ ഇത്രയും ഫേമസ് ആയിട്ട് ഇരിക്കുന്ന മോഹൻലാൽ, മഞ്ജു വാര്യർ, ടോവിനോ തോമസ് തുടങ്ങി ഇത്രയും ഫേമസ് ആയിട്ട് ഇരിക്കുന്ന ആക്ടേഴ്സിനെ വെച്ച് പരസ്യമൊക്കെ ചെയ്യാൻ ഇവർക്ക് ഇത്രയും ലാഭം അതിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഫുള്ളായിട്ടൊക്കെയാണ് പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വിറ്റാൽ കിട്ടുന്ന ലാഭം എത്രയാണ് എന്നുള്ളത് ഞാൻ പണ്ടൊരു ഷോപ്പ് നടത്തിയ വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം. അപ്പം ഇദ്ദേഹം ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് എനിക്കിന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ, ശാന്തിയുള്ള ദിനേശേട്ടൻ പറയുന്ന വീഡിയോ ഒന്ന് കാണാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ. വാർത്തകൾ കാണാനായി ഈ TV പെട്ടി തുറക്കുമ്പോൾ 900 പരസ്യങ്ങളാണ് മുന്നിൽ വരുന്നത്. അതിൽ അമിതാഭ് ബച്ചൻ മുതൽ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ നടീനടന്മാരുടെയും പരസ്യങ്ങൾ കൊടികുത്തി വാഴുന്ന കാഴ്ചകൾ കണ്ട് മടുപ്പാവുന്നു ഈ മുഖങ്ങളെ. സത്യം പറയാം, ഈ പരസ്യത്തിൽ വരുന്ന മുഖങ്ങൾ എനിക്ക് മടുത്തു തുടങ്ങി. പ്രത്യേകിച്ച് മഞ്ജു വാര്യർ എന്തെല്ലാം കോലങ്ങളിലാണ് ഈ പെണ്ണുപിള്ള പരസ്യങ്ങളിൽ വന്ന് നിറയുന്നത്. ടോവിനോയും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഉണ്ട് പിന്നാലെ. 10 സെക്കൻഡിൽ പറയാനുള്ള വാചകം എഴഞ്ഞഴിഞ്ഞ് പറഞ്ഞാൽ 30 സെക്കൻഡ് ആകും എന്നതിനാലാകണം സുരേഷ് ഗോപിയെ കാണാനില്ല ഈ പരസ്യത്തിലൊന്നും. 10 സെക്കൻഡിലൊന്നും ഒരു പരസ്യം ഗോപിയേട്ടന് പറയാൻ പറ്റില്ല. എഴഞ്ഞഴിഞ്ഞല്ലേ അങ്ങനെ സംസാരിക്കും. അപ്പോൾ നീട്ടി വരുമ്പോൾ അത് 30 സെക്കൻഡ് ആയി പോകുമ്പോൾ പരസ്യം കൊടുക്കാൻ ഒക്കില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ വിളിക്കാത്തത്. ഈ പരസ്യ പ്രതികരണം കാരണം, അല്ലെങ്കിൽ ഈ പരസ്യ പ്രകടനം കാരണം ഈ പറഞ്ഞവർ ഇനി എത്ര തലകുത്തി മറിഞ്ഞ് അഭിനയിച്ചാലും പ്രേക്ഷക മനസ്സിൽ കയറാൻ പറ്റാത്തത് അതുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമൽഹാസനോ രജനീകാന്തോ തല അജിത്തോ ഒക്കെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ ഇക്കാലത്തിനിടയിൽ കുറഞ്ഞത് 1000 കോടി രൂപ അവർക്ക് ഉണ്ടാക്കാമായിരുന്നു. പലിശയ്ക്ക് കടം വാങ്ങി സിനിമ എടുത്തിട്ട് പോലും കമൽഹാസൻ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിട്ടില്ല. പറയാമെന്നത് നമ്മുടെ ജയസൂര്യ പെട്ട കെണി ഓർത്തപ്പോഴാണ്. ഇന്ന് രാവിലെ റിപ്പോർട്ടറിലെ പ്രധാന വാർത്തകളിലൊന്ന് ജയസൂര്യക്കെതിരെ ED കോടതിയിൽ പ്രതിപട്ടികയിൽ ചേർത്ത് കേസ് സമർപ്പിച്ചു എന്നാണ്. ED നോട്ടീസ് നൽകുകയും ചോദ്യം ചെയ്യുകയും 39 ലക്ഷത്തിൻ്റെ ജയസൂര്യയുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തത് കുറച്ച് നാൾ മുൻപാണ്. അത് ഞാൻ വാരഫലത്തിൽ പറയുകയും ചെയ്തിരുന്നു. സേവ് ബോക്സ് എന്ന ലേല ആപ്പിലൂടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ 1 കോടി രൂപയോളം വാങ്ങിച്ചിട്ട്, അത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ വാങ്ങിച്ചിട്ട് സാദിഖ് റഫീഖ് എന്ന മുഖ്യ പ്രതിയോടൊപ്പം ചേർന്ന് പൊതുജനത്തെ പറ്റിച്ചു എന്നായിരുന്നു കേസ്. ED ജയസൂര്യ ഇന്ന് പ്രതി ചേർത്തിരിക്കുന്നു. ആ വാർത്ത മൊട്ടാരനാണെന്ന് വായിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ മകനായി ജനിച്ച് ദാരിദ്ര്യവും അല്ലലും അറിഞ്ഞ് മിമിക്രി കളിച്ച് നടന്ന് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന് കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജയസൂര്യ നിനക്ക് ഈ ആക്രാന്തം എന്നാണ്. എനിക്ക് എത്ര കാലം നിങ്ങൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും? വല്ല കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ജയസൂര്യോട്. ഈ പൈസ വരുമ്പോൾ അവന്മാരുടെയൊക്കെ ആക്രാന്തമാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ 39 ലക്ഷം രൂപ കണ്ടു കിട്ടിയപ്പോഴും ജയസൂര്യ മനസ്സിൽ വിചാരിച്ചിരുന്നു, കൊണ്ടുപോടാ പുല്ലേ, ഞാൻ അടുത്തൊരു പരസ്യത്തിൽ അഭിനയിച്ച് അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസഡറായി ഞാൻ 5 കോടി ഉണ്ടാക്കുമെന്നായിരിക്കും അയാൾ വിചാരിച്ചത്. പക്ഷേ പൊതുജനത്തിൻ്റെ മുന്നിൽ നാണം കെടുകയാണ് എന്നുള്ളൊരു ബോധം ഈ പരസ്യങ്ങളിൽ അഭിനയിക്കാൻ പോകുന്ന ആണായാലും പെണ്ണായാലും തോന്നുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയും. നാളെ ഏതെങ്കിലും ഇതുപോലൊരു പരസ്യ തട്ടിപ്പിൽ മഞ്ജു വാര്യർ വീഴണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആശിക്കുന്നത്. കാരണം ഇതുപോലെ കേസിൽ പെടണമെങ്കിൽ അവർ പഠിക്കൂ. എത്ര കോടി രൂപ ഉണ്ടാക്കണമെന്നാണ് ചോദിക്കുക പരസ്യം ചെയ്ത്. പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മഞ്ജു വാര്യരുടെ അഭിനയം ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ഈ കാണുന്ന എല്ലാ കൂതറ പരസ്യങ്ങളിലും ഫാൻസി ഡ്രസ്സും ഇട്ട് മടുപ്പ് തോന്നുന്നില്ലേ എന്ന്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, മഞ്ജു ഒറ്റയ്ക്കല്ലേ ജീവിതം? എത്ര കോടി രൂപ വേണം നിങ്ങൾക്ക് ഒരു ജന്മം ജീവിക്കാൻ? നിങ്ങളതിൻ്റെ എത്ര ഇരട്ടി ഉണ്ടാക്കി കാണും? എന്നാലെങ്കിൽ ഈ പൈസയുടെ ആക്രാന്തം ഒന്ന് അവസാനിപ്പിക്കണമായിരുന്നു. കഷ്ടം.
അപ്പോൾ അതാണ് കേട്ടല്ലോ, ഒരു ക്രെഡിബിലിറ്റി ഇല്ല. എല്ലാ പരസ്യത്തിലും ഈ പറയുന്ന തൽപര കക്ഷികൾ അങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തട്ടിപ്പാണോ വെട്ടിപ്പാണോ ഒന്നും നോക്കുന്നില്ല, ഇവർക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ. സത്യമാണ് ഇദ്ദേഹം പറഞ്ഞത് കേട്ടോ. എത്ര രൂപ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണം? ഇതൊരു ലഹരിയായിരിക്കും. കാശ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലോ. ഒരു ബ്രാൻഡ് അംബാസിഡറൊക്കെ ആകുക, അല്ലെങ്കിൽ ഒരു ഷോപ്പ്, പ്രത്യേകിച്ച് മൈജിയുടെ പരസ്യത്തിലൊക്കെ ഇത്രയും ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അവർ എത്ര രൂപ എങ്ങനെ? ഞാനൊരു 10 വർഷത്തോളം മൊബൈൽ കട നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതും കൂട്ടുകാരായിട്ട് പറയുന്ന ഒരു കേസ് കേട്ടുണ്ട്. ഇത്രയും പൈസ ഇത്രയൊക്കെ സൈഡിൽ ഇടന്നാലും നമുക്കറിയാം എത്ര രൂപ ലാഭം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പരസ്യ മേഖലയിൽ മൈജിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, അതിൻ്റെ പിന്നിലെ കഥ എന്താണ് എന്നുള്ളത് എനിക്ക് ഇന്നും അറിയാത്തൊരു വിഷയമാണ്. എന്താണ് അതിൻ്റെ പിന്നിൽ ഇത്രയും ബ്രാൻഡ് അംബാസിഡർമാർ, ഇത്രയും ആക്ടേഴ്സിനെ വെച്ചൊക്കെ പരസ്യം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. മോഹൻലാൽ, മഞ്ജു വാര്യർ, ടൊവിനോ തുടങ്ങി ഇത്രയും ആൾക്കാരൊക്കെ ഉൾക്കൊള്ളിച്ച് പരസ്യം ചെയ്യാൻ കുറച്ച് കാശൊന്നും പോരാല്ലോ. അപ്പോൾ എന്താണ് ഇത്? ഇനിയിപ്പോൾ ഇവർക്ക് ഇതിനകത്ത് ഷെയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മൈജി ഷാജിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിനായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആരുമായിട്ടും ഷെയർ ഇല്ല, എൻ്റെ പൈസ മാത്രമാണ് ഈ പരസ്യം ചെയ്യാൻ വരുന്നവർക്കെല്ലാം ഞാൻ കാശ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ 10 കൊല്ലം ഞാൻ ഒരു കട നടത്തിയ ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാശ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. അതുമാത്രമല്ല, പത്രത്തിൽ ഒരു പേജ് ഫുള്ളായിട്ടൊക്കെയാണ് ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത്. എന്തായാലും ഈ ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് കരുതി അങ്ങനെ കൊണ്ടുവന്നതാണ്. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്